ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും സുപ്പുവിൻ്റെയും കുടുംബത്തിൻ്റെയും വിനായക ചതുർത്ഥി ആശംസകൾ. അപ്പോഴേ ഗണപതി ഭഗവാൻ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. കൂടാതെ സുപ്പുവിൻ്റെ അനുഗ്രഹവും നിങ്ങൾ ഏറ്റുവാങ്ങിക്കോളൂ കേട്ടോ. അപ്പോഴേ എൻ്റെയും ഗണപതി ഭഗവാന്റെയും എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവർക്കും മാനോളം ഉണ്ട് കേട്ടോ. അപ്പോഴേ ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റേറിയൻ ആട്ടോ. ഇന്ന് മീനൊന്നും എടുക്കത്തില്ല, മീനൊന്നും കഴിക്കുന്നില്ല. അപ്പോഴേ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ ചടപടാന്ന് എല്ലാ ജോലികളും അടുക്കളയിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ പരിപാടി തുടങ്ങുന്നത് കേട്ടോ. അപ്പോഴിന്ന് നമുക്ക് നല്ല അടിപൊളി കിടുക്കാച്ചി ഒരു ടിപ്പാണ് ചെയ്യുന്നത്. എന്നും നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോഴേ നമ്മുടെ വീട്ടിലുള്ള മൂന്ന് ഐറ്റം കേട്ടോ. ഒരെണ്ണം നമ്മൾ എന്തായാലും വാങ്ങിക്കാൻ പോകണം. വീട്ടിലിരിപ്പില്ലെങ്കിൽ പോയി എന്തായാലും നമ്മൾ ഈ വീട്ടിലിരിപ്പുണ്ടെന്ന് പറയും, വീട്ടിലുള്ള സാധനങ്ങളാണെന്ന് പറയും. പക്ഷേ ഇതൊക്കെ നമ്മൾ കടയിൽ പോയി വാങ്ങിച്ച് നേരത്തെ സ്റ്റോക്കാക്കി വെക്കുന്ന സംഭവങ്ങളും കൊണ്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ പറയുന്നത് വീട്ടിലുള്ള സംഭവങ്ങൾ. എന്തായാലും ബാക്കി രണ്ടെണ്ണം നമ്മുടെ വീടുകളിൽ എപ്പോഴും എല്ലാ ദിവസവും കാണുമായിരിക്കും. പിന്നെ ഒരെണ്ണം നമ്മൾ എന്തായാലും വാങ്ങിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോഴേ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. മുൾട്ടാണി മിട്ടി വേണം, അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എപ്പോഴൊന്നും നമ്മുടെ വീടുകളിൽ കാണത്തില്ല. നാരങ്ങ വേണം, പാല് വേണം, പച്ചപ്പാൽ, നമ്മൾ തിളപ്പിക്കാത്ത പച്ചപ്പാൽ. അപ്പോൾ ഇത് 3 പേരും അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മാവേലി വരുമ്പം പിണങ്ങിപ്പോണ്ട. കേരളത്തിലുള്ള പെണ്ണുങ്ങൾ മൊന്തയും കരിവാളിച്ച് പിന്നെ അങ്ങനെയൊക്കെ ആക്കി നമുക്ക് നിൽക്കേണ്ട. അപ്പോഴിച്ച് ഒരു വീറോടെയും വൃത്തിയോടെയൊക്കെ നമുക്ക് നിൽക്കാം കേട്ടോ. മാവേലി തമ്പുരാൻ പിണങ്ങിപ്പോയാലോ ഇനിയിപ്പോൾ നമ്മളൊന്ന് മേക്കപ്പ് ഇട്ട് നിന്നില്ലെങ്കിൽ കേട്ടോ. അപ്പോഴും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ആയി നിൽക്കാം. ഇന്ന് ചിത്തിരയല്ലേ, അപ്പോഴേ രണ്ടാമത്തെ ദിവസം നമുക്ക് ഇന്ന് മുഖം ഒന്ന് കളറാക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് 3 പേരെയും നമ്മൾ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ പരിപാടിയൊക്കെ തുടങ്ങിയാലോ. അപ്പോഴെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോഴെന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ സുപ്പിനോട് പറയണം. തീർച്ചയായും പ്രാർത്ഥനയിലൊക്കെ ഞാൻ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ തന്നെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മുടെ ചുറ്റുപാടിനുള്ളവരും നമ്മളൊരിക്കൽ പുള്ളി കാണാത്ത എല്ലാ കൂട്ടുകാരെയും നമ്മളെ മനസ്സിൽ സങ്കല്പിച്ചാണല്ലോ രാവിലെ ആണേലും വൈകിട്ടാണേലും നമ്മൾ ദീപം തെളിയിക്കുമ്പം നമ്മൾ ചെന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. അന്നേരം വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുപ്പുവിനോട് പറഞ്ഞാൽ ഞാൻ ആ പ്രാർത്ഥനയിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചോളാം കേട്ടോ. അപ്പോൾ ചില കുഞ്ഞു അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ആയിട്ടൊക്കെയുള്ള കുറച്ച് ജാലവിദ്യ എനിക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഈ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ചിലരാണെങ്കിൽ വിഷമമൊക്കെ വരുമ്പോൾ ആരോടും പറയാതിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു സുഖമെന്ന് അറിയാലോ. അപ്പോഴവർ നമ്മുടെ ആ സങ്കടം കേട്ട് അവരൊരിക്കലും ചിരിക്കത്തില്ല കേട്ടോ. അവരുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ആരും കരുതിയിരിക്കേണ്ട. സങ്കടമൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഏതാ നല്ല ഇതായിട്ടുള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരത്തിയോ അവരോട് ചെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഞാനങ്ങനെ ഷെയറൊക്കെ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അതൊക്കെ പോട്ടെ. എപ്പോഴും എല്ലാവരും നമ്മുടെ ചുറ്റുപാടിനുള്ളവരും എല്ലാവരും എല്ലാവരും നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മാത്രമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട. എല്ലാവരുടെ കാര്യം പറഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കേട്ടോ. എന്തോ ആരെ വിളിച്ചാലും അങ്ങനെയാണ് ഇങ്ങനെയാണ് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എല്ലായിടത്തും കേട്ടോ. അപ്പോഴതാ പറഞ്ഞ് നമുക്ക് വേണ്ടി മാത്രം നമുക്ക് പ്രാർത്ഥിക്കേണ്ട. നമ്മളെ സ്നേഹിക്കുന്നവരും അവരെ സ്നേഹിക്കുന്നവരുമായിട്ടല്ല എല്ലാവരെയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോഴേ കത്രിയൊന്നും എടുത്തുകൊണ്ട് വന്നില്ല. അതുകൊണ്ട് നമ്മുടെ പല്ലുണ്ടല്ലോ, നമ്മുടെ അടിപൊളി പല്ലുണ്ടല്ലോ, കൂടുതലും വീട്ടമ്മമാരിങ്ങനെ കടിച്ചുകറിയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും പൊട്ടിക്കണമെങ്കിൽ നമ്മളെന്തായാലും ഭാവിച്ച് തന്നെ ആയിരിക്കും പൊട്ടിക്കുന്നത്. ഞാൻ മാത്രമാണോ എന്തോ ആണോ, നിങ്ങളും അങ്ങനെ ആയിരിക്കും. അപ്പോഴത്തേ നമ്മുടെ മുൾട്ടാണി മിട്ടി എടുത്ത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇത് ചെറിയ സ്പൂണല്ലേ, അപ്പോഴെന്തായാലും വേണമല്ലോ. ഞാൻ 2 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഡെയിലി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു നേരം നമുക്ക് ചെയ്യാം കേട്ടോ.
ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കണം. നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചിട്ട് പാല് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നാരങ്ങ നീര് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പാലുകുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചായ ഇടുന്നതിന് മുന്നൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ഞാൻ എപ്പോഴും ഇവിടെ പാല് കാച്ചിയാണ് വെക്കുന്നത് കേട്ടോ. എപ്പോഴും പാല് കാച്ചിയാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ കൊണ്ടുവരുമ്പോഴേ ഞാൻ ഇച്ചിരി പാല് അങ്ങ് മാറ്റി വയ്ക്കും. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും കിഴക്കാച്ചി ഐറ്റങ്ങൾ ജാലവിദ്യ സൂത്രപ്പണിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ കുറച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഒഴിക്കണം. അങ്ങോട്ട് തകർത്ത് വാരി ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മുഖത്ത് ഇടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നോക്കിയും കണ്ടുമൊക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോഴെന്തുണ്ട് വിശേഷം? പിന്നെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ എന്തായി? പെരയ്ക്കകത്തും പുറത്തും ഒക്കെ ഇഷ്ടം പോലെ നമ്മുടെ വീട്ടമ്മമാർ നോക്കിയാൽ എല്ലാം നമുക്ക് ജോലിയാണല്ലേ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, ഇവിടെ എന്താണ് പെരയ്ക്കകത്തിരുന്ന് എടുക്കുന്നത്, എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചിലരൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മുടെ ആ ഒരു സങ്കടം നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ അല്ലേ. നമുക്ക് ഇഷ്ടം പോലെ നോക്കുന്നത് മൊത്തം വീട്ടമ്മമാർക്ക് ജോലിയാണ്. അപ്പോഴും കുറേശ്ശെ പാലൊഴിച്ച് കൊടുക്കാം. മിക്സ് ചെയ്യാൻ അല്ലേ. നമുക്ക് നോക്കുന്നത് മൊത്തം നമ്മുടെ വീട്ടമ്മമാർക്ക് ജോലിയാണ്. പിന്നെ ചിലർ നോക്കുമ്പോൾ ഒന്നും കാണത്തുമില്ല. വീട്ടിൽ സർവൻ്റൊക്കെ ഉള്ളവരാണെങ്കിൽ പിന്നെ അവർക്ക് വലിയ പണിയൊന്നും കാണത്തില്ല. ഇപ്പം നമ്മളൊക്കെ തന്നെ നമ്മുടെ അമ്മമാരും ഒക്കെ തന്നെയല്ലേ നമ്മൾ ജോലി എടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു പരാതി പറച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ അറിഞ്ഞും എല്ലാം അങ്ങ് ചെയ്തു പോകും. നമ്മളങ്ങനല്ലേ. ആരോടാ ഇപ്പം പറയുന്നത്? നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നതിന് നമ്മൾ ആരോടാ പരാതി പറയുന്നത്? അപ്പോൾ ഇത് പതുക്കെ നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒത്തിരി അതാ ഞാൻ പറഞ്ഞ ഇതിപ്പോൾ എനിക്ക് മൂക്കും കൂടെ കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ മൂക്കും കൂടി ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ 2 സ്പൂണാക്കിയത്. നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴും എൻ്റെ ഒരു സ്പൂൺ കണക്കെന്ന് പറയുന്നത് ഒന്നാണ്. കുഞ്ഞിന്മേലോരടി ഇത് നമ്മളാണെങ്കിൽ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് തിരുമേനിമാർ ചന്ദനം തരത്തില്ലേ, അതുമാതിരിയാണ് നമ്മുടെ ഈ ഒരു പായ്ക്ക്. കേട്ടോ, ഈ ഒരു പായ്ക്ക്. അപ്പോഴും നിങ്ങൾ ഡെയിലി കുറേശ്ശെ തേച്ച് കൊടുത്താൽ കേട്ടോ. കുറേശ്ശെ നമുക്ക് തേച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് എന്ന് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് തുടച്ച് മാറ്റാം കേട്ടോ. അപ്പോൾ കൂട്ട് കറക്റ്റായിരിക്കണം. ഒരുപാട് അങ്ങ് വെള്ളമായിപ്പോയാൽ അത് താഴോട്ട് പോവും കേട്ടോ. എന്നാൽ ഒട്ട് നമ്മുടെ ആ കൂട്ട് കറക്റ്റും ആവണം കേട്ടോ. ശരിയായല്ലോ എന്തേ. അപ്പോൾ ഇതിന് മുഖമൊക്കെ ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് ഞാൻ മുഖം കഴുകിയിട്ട് വന്നേ കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഈ ഒരു പായ്ക്കൊക്കെ ഒരു കട്ടിക്കൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ പാലിൻ്റെ ഇതിൻ്റെയും കൂടെ എന്താ ഒരു മണമെന്നറിയാവോ. അപ്പോൾ ഇച്ചിരി ഒരു കട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തു നിങ്ങൾ. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ രാവിലെ ഇരുന്നപ്പോൾ ഇനിയിപ്പോൾ ചട്ടിയും കലമൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോഴും ഒരു പുള്ളി എല്ലാ വർഷവും ഇതിലെ വരുന്നതാണ്. ചട്ടിയും കലം എന്നും പറഞ്ഞു ഒരു പുള്ളിക്കാരനാണ്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാവം, ആരെങ്കിലും വാങ്ങിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ പുള്ളി രാവിലെ ഇറങ്ങി. പക്ഷേ ആ ഒരു ചട്ടിയുടെ ചുമന്ന ചട്ടിയുടെ നമുക്ക് ഗ്യാസിനകത്ത് അത് ആ ഒരു ചട്ടി നമുക്ക് വലിയ പാടാ. ചിലപ്പോൾ ഇല്ല കാക്കയുടെ കാല് മാതിരി അങ്ങ് താഴെ അടിപ്പാകം അങ്ങ് വെടിച്ച് കീറിപ്പോൾ. അതുകൊണ്ട് അത്ര നമുക്കതങ്ങോട്ട് ഇതല്ല കേട്ടോ ആ ഒരു ചട്ടി. പിന്നെ കറുത്ത ചട്ടിയാണെങ്കിൽ നമുക്ക് ഏത് ചട്ടിയാണെങ്കിലും നമ്മൾ ഗ്യാസുമേ വെക്കുമ്പം തീ കുറച്ചിട്ട് വെക്കാൻ നോക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടല്ലോ നല്ല ഭംഗിയായിരുന്നു ആ ഒരു ചീനച്ചട്ടി മാതിരി ഉള്ളത് കേട്ടോ.
ചീനച്ചട്ടി മാതിരിയുള്ളത് കറുത്ത ചട്ടിയായിരുന്നു. പക്ഷേ അതിന് ഇതൊക്കെ വേവിച്ചല്ലേ ഈ ചട്ടിയൊക്കെ എടുക്കുന്നത്. അപ്പോഴീ ഞാൻ ഗ്യാസിൽ വെച്ച് എൻ്റെ പൊന്നെ ഒരു ഭാഗം അങ്ങ് പൊട്ടിത്തെറിച്ച്. ഭാഗ്യത്തിന് എൻ്റെ മുഖത്തൊന്നും വീഴാതെ വികൃതമൊന്നും ആയില്ല കേട്ടോ. ഞാൻ പേടിച്ചു. ഞാൻ പിന്നെ ആ ചട്ടി ഇതുവരെ അടപ്പ് വെച്ചിട്ടില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, അകത്തുനിന്ന് ഒത്തിരി ഇളകി അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു ഈ ചട്ടിയൊക്കെ ഇങ്ങനെ വേവിച്ചല്ലേ വയ്ക്കുന്നത്, അതിൻ്റെ ഒരു കുഴപ്പമായിരുന്നു. വേവ് കറക്റ്റ് ആവാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ചട്ടിക്കാരൻ ഇതിലേ പോയി. നിങ്ങളൊക്കെ എനിക്ക് എല്ലാത്തിനും ഉണ്ട്, ചട്ടിയും കലവും എല്ലാത്തിനും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓണമാകുമ്പോൾ നമ്മൾ വിഷു വാവ് ഇതിനൊക്കെയാണ് ഞാൻ അതെടുക്കുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ എടുക്കും. എന്താ കറി വയ്ക്കാനും തോരൻ വരെ വയ്ക്കുന്നത് ഞാൻ ചട്ടിക്കലത്തിനകത്താണ്. പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണല്ലോ ടേസ്റ്റ്. എപ്പോഴും ഈ ചട്ടിക്കകത്ത് വയ്ക്കുന്നതിനാണ് ടേസ്റ്റ്. ഇങ്ങനെ ഇന്നലെ ഇരുന്നപ്പോഴാണ് പുള്ളി പോയത് കേട്ടോ. ഞാൻ അന്നേരം ഇപ്പം പുള്ളിക്കാരനെ ഓർത്തു. പുള്ളിയുടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴേ നമ്മുടെ പായ്ക്കൊക്കെ നല്ല മണം കേട്ടോ. ഇതിന് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിത് തുടച്ച് മാറ്റാം കേട്ടോ. ഇത്ര കട്ടിക്ക് ഇടണം കേട്ടോ, കട്ടിക്ക് തന്നെ ഇടാൻ നോക്കണം. പിന്നെ കാക്ക വിരിയുന്നു. ഞാൻ അരിയും വെള്ളമൊക്കെ എല്ലാം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ. കാക്കകൾ വരുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. കാക്കയോ കയ്യിലക്കിളിയൊക്കെ ഇഷ്ടംമാതിരി ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അവർക്ക് വേണ്ടി വെള്ളവും അരിയൊക്കെ എല്ലാം മൂലയ്ക്ക് കൊണ്ട് വെച്ച് കൊടുക്കും. ഇന്നലെ ഞാൻ റവയായിരുന്നു കുതിർത്ത് വെച്ച് കൊടുത്തത് കേട്ടോ. ഒത്തിരി റവ കാണാതെ പോയി ഇരുന്ന റവ അവിടെ നിന്ന് ഞാൻ പിന്നെ എന്താ ചെയ്തു, കുതിർത്തു. വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കുമ്പോൾ അവർക്ക് നല്ലതാണല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ പായ്ക്കൊക്കെ നമ്മളിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഉണങ്ങിയിട്ട് ഉണങ്ങി ഞാൻ കഴിയട്ടെ വന്ന് കാണിക്കത്തുള്ളൂ. ഇതിപ്പോൾ നമ്മളിവിടെ വെച്ച് തുടച്ച് മാറ്റി ഭയങ്കര പാടായിട്ട് ഇവിടെ എല്ലാം ആവും. അപ്പം നിങ്ങൾ ഇടുമ്പോൾ ഇങ്ങനെ ഇച്ചിരി കട്ടിക്ക് നിങ്ങളിട്ടു. അമ്പലത്തിലൊക്കെ ദേവിക്കും ദേവന്മാർക്കൊക്കെ ചന്ദനം പൂശിയിരിക്കത്തില്ലേ, അതുമാതിരി സുപ്പ് ഇവിടെ ഒരു 10-15 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ വരും. അവിടെ അണ്ണം വരുമ്പോൾ ഏത് മഹാലക്ഷ്മിയെ ഇങ്ങനെ ചന്ദനത്തിൽ പൊതിഞ്ഞിരിക്കുന്നതെന്നൊക്കെ വിചാരിക്കും കേട്ടോ. മിണ്ടാതെ നമുക്ക് ഇരിക്കാം കേട്ടോ. പിള്ളേർ വരുവാണെങ്കിൽ ഇതെന്തോ അമ്മയ്ക്ക് ഇതെന്തോ പറ്റി, രാവിലെ പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നില്ല, ഇതിപ്പോൾ എന്തോ വല്ല ബാധയും കൂടിയോ, ചന്ദനത്തിലൊക്കെ പൂച്ചിരിക്കുന്ന നമ്മൾ ചന്ദനത്തിൻ്റെ ഒരു ഇത് തന്നെ ഉണ്ട് കേട്ടോ ഇത് ഇടുമ്പോൾ. അപ്പോൾ ഞാൻ മിണ്ടാതൊക്കെ ഇരുന്നു. നമ്മുടെ പായ്ക്കൊക്കെ 15 മിനിറ്റായി. അപ്പോൾ ഒരുപാടങ്ങ് വലിഞ്ഞു മുറുകാൻ നിൽക്കരുത്. നമ്മൾ ഏത് പായ്ക്കിട്ട് കഴിഞ്ഞാലും ഒരുപാടങ്ങ് വലിഞ്ഞു മുറുകി ഉണങ്ങാൻ നോക്കരുത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റായി. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിക്കൊണ്ട് വരാം കേട്ടോ. ഇവിടെ ഇരുന്ന് കഴുകിയാൽ ശരിയാത്തില്ലെന്ന് വെച്ചാൽ നമ്മൾ കട്ടിക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നു. ഒരു ഉടായ്പിലൊന്ന് കഴുകിയതേ ഉള്ളൂ, ഞാൻ നിങ്ങളെ കാണിക്കണ്ടേ. അപ്പം നന്നായിട്ടൊന്നും കഴിയില്ല, ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോഴൊന്ന് പിന്നെ അപ്പോഴും തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കിട്ടു ഐറ്റമാണ് ഈ മുൾട്ടാണി മിട്ടി എന്ന് പറയുന്ന ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങളെ എന്നും നമുക്കിത് ചെയ്യാം കേട്ടോ, എന്നും നമുക്കിത് ചെയ്യാം. നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷന് സൺടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. പിന്നെ നിങ്ങൾ അഥവാ കുളിക്കുന്നതിന് മുന്നേ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മുടി മേളോട്ട് കെട്ടി വെച്ചിട്ട് നമുക്ക് ഈ കഴുത്ത് ഫുള്ളി ബാക്കിലും ഈ ഫ്രണ്ടിലും നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുളിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ പൊക്കി കെട്ടി നമ്മളങ്ങനെ തേക്കാം. നിങ്ങൾക്ക് ഇവിടെ ഈ ബാക്കിലും നമുക്കിത് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കൈകളിലും നിങ്ങൾക്കിത് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും നമുക്കിത് തേച്ച് കൊടുക്കാം. നമുക്ക് അപ്പം തന്നെ നിങ്ങൾ തുടച്ച് മാറ്റുമ്പം തന്നെ നമുക്കതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ, അറിയാൻ പറ്റും. അപ്പോഴതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കിട്ടും ഒരു ടിപ്പാണിത്. അപ്പോഴേ വീട്ടിൽ നമുക്ക് എന്തായാലും പാലും ഒക്കെ ഉണ്ടല്ലോ, പാലും നാരങ്ങയൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ എന്നും നമ്മൾ വാങ്ങിക്കുന്നതാണ്. പിന്നെ വാങ്ങിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് വലിയ വിലയൊന്നുമില്ല കേട്ടോ. വലിയ വിലയൊന്നുമില്ല. നമ്മൾ പണ്ടൊക്കെ ആയിരുന്നു ഇതേപോലുള്ള സംഭവത്തിനൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മുടെ ആ കുഞ്ഞുനാളിൽ ഉണ്ടായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഉണ്ടായിരുന്നോ എന്തോ എനിക്കറിയത്തില്ല. ആ ഒരു സമയത്തൊന്നും നമ്മളിതൊന്നും
നമ്മൾ ഈ മുൾട്ടാണി മിട്ടി ഇപ്പം കുറേ നമ്മുടെ ആ ചുവന്ന ഒരു സൈസ് പരിപ്പുണ്ടല്ലോ, നമ്മൾ അതിൻ്റെ പേരെന്താ, നമ്മൾ അയ്യോ എൻ്റെ പേരെന്താ, അത് തൊമരയല്ല വേറെ. നമ്മുടെ ആ സമയത്തൊന്നും നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ സമയത്തൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു കേട് നമ്മളൊക്കെ ഇപ്പം അത് വാങ്ങിച്ചും അത് ഇങ്ങനെ ചെയ്തും ഒക്കെ നമ്മൾ തീർക്കണം. അന്ന് നമുക്കിത് കിട്ടാതെ പോയതിൻ്റെ ഒരു സങ്കടമല്ല, നമുക്കത് മാറ്റണ്ടേ. അപ്പോൾ നമ്മളൊക്കെ എന്തുവായിരുന്നേനെ അന്നൊക്കെ നമുക്ക് ഇതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ പൊന്നിയെ പണ്ടത്തെ അപ്പൂപ്പന്മാർ ഇപ്പോഴത്തെ നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂട്ടൊന്നും അല്ല കേട്ടോ. അന്നത്തെ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ഭയങ്കരമാരായിരുന്നു കേട്ടോ. നമ്മുടെ അമ്മയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ അമ്മയൊക്കെ വിറയ്ക്കുമായിരുന്നു. സത്യം എപ്പോഴും ഞങ്ങളിരുന്ന് പറയും കേട്ടോ. അക്കണക്കിന് നമുക്കൊന്നും നമ്മുടെ ഭർത്താക്കന്മാരെ ഇപ്പം വലിയ പേടിയൊന്നുമില്ല കേട്ടോ. അന്നൊക്കെ അവർ വിളിക്കുന്നതിന് ഞാൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന ആ സമയം അത് കഴിഞ്ഞും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴത്താണ് എല്ലാവരും ഒന്നും അങ്ങോട്ട് കൃഷിപ്പണി ആയത്തോട്ടൊന്ന് ഇറങ്ങി വേറെ ആരെങ്കിലുമൊക്കെ വെച്ചാണല്ലോ നമ്മൾ ഓരോരുത്തർ കൂലിക്ക് ആൾക്കാരെ നിർത്തിയാണല്ലോ നമ്മളിപ്പം മിക്കവരും നമ്മളൊക്കെ ചെയ്യുന്നത്. അന്നൊക്കെ ആ സമയത്ത് നമ്മുടെ അപ്പൂപ്പന്മാർ അവരൊക്കെ ഇവിടുത്തെ അമ്മയൊക്കെ തന്നെ ആണെങ്കിലും പിന്നെ കിളയ്ക്കാൻ കുന്താലി അങ്ങോട്ട് എടുക്കുമ്പോഴേ അമ്മയും പുറകെ പോകുമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വഴക്ക് കിട്ടും, പേടിച്ച് പോകും. അപ്പോഴന്ന് എന്നെ കൊണ്ടുവന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ചിരിയും വരും. നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോഴേ അമ്മയും കൂടെ പോകാൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അല്ല അടിക്കത്തൊന്നുമില്ല, വഴക്ക് പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടുള്ള അപ്പൂപ്പന്മാർ. ഇപ്പോഴത്തെയൊക്കെ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ നമുക്ക് പേടിയും ഭയവും ഉണ്ട്, ബഹുമാനവും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ആ പണ്ടത്തെ അപ്പൂപ്പന്മാർ ഭയങ്കര ഗൗരവക്കാരന്മാരായിരുന്നു. ഭയങ്കര സത്യം. ഇവിടുത്തെ അപ്പനൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഭയങ്കര പേടിയായിരുന്നു. നമുക്ക് സ്നേഹവും ഉണ്ട്, ബഹുമാനവും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മളെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണ്ടേ നമ്മൾ. ഞാൻ പറയുവാണേ, അന്നൊക്കെ നമുക്ക് ഈ ഒരു ഇതേപോലെയുള്ള കിടുക്കാച്ചി ഐറ്റമൊക്കെ കിട്ടിയാണെങ്കിൽ നമ്മളൊക്കെ എന്തുമായിരുന്നു. എന്തായാലും അന്നൊന്നും കിട്ടാഞ്ഞത് ഭാഗ്യമായി, അല്ലെങ്കിൽ നമ്മളൊക്കെ അല്ലേ. അപ്പോഴെല്ലാവരും അത് കൈവിട്ടു പോയി, കഥകളൊക്കെ മാറിപ്പോയി. ഈ ഒരു നമ്മുടെ ഒരു പായ്ക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോഴും തന്നെ നമുക്ക് മുഖം കഴുകുമ്പം തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കണം. മുൾട്ടാണി മിട്ടി ഇല്ലെങ്കിൽ കടയിൽ പോയി ഒരുപാട് പൈസയൊന്നും ആവത്തില്ല കേട്ടോ. ഞാനും അന്നൊക്കെ നേരത്തെയൊക്കെ ഇതിനൊക്കെ ഭയങ്കര വിലയായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ട്. ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ, നമുക്ക് താങ്ങാൻ പറ്റുന്ന ഒരു വിലയൊക്കെ ഉള്ളൂ. ഇല്ലെങ്കിൽ സുപ്പുവിൻ്റെ അടുത്തോട്ട് പോവാം. ഇപ്പോഴാണെങ്കിൽ ഒരു 3-4 പായ്ക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇല്ലാത്തവരുണ്ടെങ്കിൽ വന്നോളൂ, ഞാൻ സഹായിക്കാൻ തന്ന്. എന്തായാലും നമുക്ക് ഓണത്തിന് ഒന്ന് കളറായി നിൽക്കണമല്ലോ. മാവേലി വരുമ്പോഴേ ഇനിയിപ്പം പിണങ്ങി പോകണ്ടെന്ന് ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ മാത്രം ചെയ്താൽ മതി, എൻ്റെ കൂട്ടുകാരും കൂടെ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ അത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് പറയാൻ, കൊള്ളത്തില്ലെങ്കിൽ അതും നമുക്ക് എന്നോട് പറയണം കേട്ടോ. എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. എല്ലാവരും ചെയ്ത് നോക്കണം. സുപ്പുവിൻ്റെ ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണം. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.